ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ അടിസ്ഥാന പാഠാവലിയാണ് എക്സാം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഊഞ്ഞാൽ പാട്ട് എന്ന കവിതയുടെ ആശയം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് ഊഞ്ഞാൽ പാട്ട്. ആ കവിതയുടെ ആശയം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തുന്ന അച്ഛനെ എതിരേൽക്കാൻ ഓടിയെത്തുകയാണ് കൊച്ചുകുട്ടികളായ മകനും മകളും. കുഞ്ഞുമോൻ തളിര് പോലുള്ള ചുണ്ടുകൊണ്ട് കൊഞ്ചി അവ്യക്തമായി എന്തെല്ലാമോ പറഞ്ഞു. അച്ഛൻ അവനെ എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ തൻ്റെ കൊച്ചു ചിറ്റുളിപ്പല്ലുകൾ കൊണ്ട് അമർത്തി പതിയെ കടിച്ചു. അച്ഛൻ്റെ തോളിൽ കൊച്ചു പൂവ് പോലെയുള്ള പാടുകൾ വീണു. അച്ഛൻ താഴെ നിർത്തിയപ്പോൾ പിച്ച വെച്ച് ഓടി നടന്ന് വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിച്ചു. ഓമനക്കണ്ണ, നീ നിൽക്കൂ, നിന്റെ അടുത്തേക്ക് അച്ഛൻ എത്തട്ടെ. ഓമനച്ചന്തമേ നിൽക്കൂ, അച്ഛൻ ഈ ഉടുപ്പൊന്നു മാറ്റട്ടെ. വല്ലാത്ത ഉഷ്ണമാണ് മക്കളെ, ദേഹത്താകെ വിയർപ്പാണ്. ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാം. അപ്പോഴേക്കും ഗീതമോൾ ഓടിയെത്തി. അച്ഛൻ്റെ കഴുത്തിൽ താമരയുടെ തണ്ടുകൾ പോലെയുള്ള കൈകൾ കൊണ്ട് ചുറ്റിക്കുനിച്ചു. എന്നിട്ട് അച്ഛൻ്റെ വിയർപ്പു നിറഞ്ഞ നെറ്റിയിൽ കുഞ്ഞു ചുണ്ടുകളാൽ ഉമ്മ വെച്ചു. അച്ഛൻ്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ മനസ്സു നിറയെ കണ്ട് ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുകയാണ് അമ്മ. അവർക്കിടയിൽ അപ്പോൾ വീശുന്ന കാറ്റിന് പോലും എന്ത് സുഗന്ധമാണെന്ന് കറുത്ത തൂവൽ കൊണ്ട് ഒരു കുയിൽ പാടുന്നു. അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകു വീശി ആഴത്തിൽ കറുത്ത് കിടക്കുന്ന കടലിൻ്റെ അക്കരെ എത്തി. അപ്പോൾ ഓളങ്ങൾ എല്ലാം ചേർന്ന് ശോഭയുള്ള ഒരു പൂവായി വിടരുന്ന പോലെ അച്ഛൻ്റെ മനസ്സ് സന്തോഷത്താൽ വിടർന്നു. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കുന്ന മണ്ണിലെ കൗതുകത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ തേൻ തുള്ളിയായി ഞാൻ കുറച്ചു നേരം സന്തോഷമായി നിൽക്കുന്നു എന്ന് അച്ഛൻ പറയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. പ്രാർത്ഥനാ നാളം എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നതാരെ, എന്തുകൊണ്ടാണ് ഈ പദം തന്നെ ഉപയോഗിച്ചത്? നോക്കി നോക്കാം. അച്ഛൻ്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് നിൽക്കുന്ന അമ്മയെയാണ് പ്രാർത്ഥനാ നാളം എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ഭർത്താവിൻ്റെയും മക്കളുടെയും അഭിവൃദ്ധിക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടെ ജീവിക്കുന്നവളാണ് അമ്മ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. പൊഴിഞ്ഞു കിടക്കുന്ന തേങ്ങകളെ അനാഥ കുഞ്ഞുങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം നോക്കി നോക്കാം. അനാഥ കുഞ്ഞുങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല. അതുപോലെ ആർക്കും വേണ്ടാതെയാണ് തേങ്ങകൾ കരിഞ്ഞുണങ്ങി നനഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് അക്കാമക്ക് തേങ്ങകളെ അനാഥ കുട്ടികളായി തോന്നിയത്. അക്കാമക്ക് പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കാം. തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. അവളുടെ തലമുടിയിലേക്ക് തെങ്ങിൻ്റെ ഇമകൾ തോർന്നു. തെങ്ങുകൾ കൃതജ്ഞതയോടെ മന്ത്രിച്ചു. ഈ പ്രയോഗങ്ങളിൽ തെളിയുന്ന പ്രകൃതിയും അക്കാമയും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുക. തെങ്ങുകൾക്ക് മനുഷ്യരുടെ ഭാവങ്ങൾ നൽകുന്ന വാക്കുകളാണ് മുഖം താഴ്ത്തി, ഇമകൾ തോർന്നു, കൃതജ്ഞതയോടെ മന്ത്രിച്ചു എന്നീ പദങ്ങൾ.
മഴ നനഞ്ഞു അനാഥ കുഞ്ഞുങ്ങളെ പോലെ കിടക്കുന്ന തേങ്ങാ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി തേങ്ങാക്കൂട്ടിൽ എത്തിക്കുന്ന അക്കാമയുടെ തെങ്ങുകൾ നന്ദി അറിയിക്കുന്നു. അവരുടെ ഓലകളാകുന്ന കൺപീലികളിൽ നിന്ന് കണ്ണീര് പോലെ വെള്ളം ഇറ്റി വീഴുന്നു. പ്രകൃതി തൻ്റെ സ്നേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് എന്ന് അക്കാമയ്ക്ക് തോന്നുന്നു. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? എക്സാമിന് എഴുതുമ്പോൾ ഇതിലൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എടുത്തിട്ട് ചേർത്തിട്ട് വേണം എന്ത് എഴുതുമ്പോഴും എഴുതാനായിട്ട്. അല്ലാണ്ട് ഇത് ഫുള്ളായിട്ട് കാണാപാഠം പഠിക്കേണ്ട. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് അതൊക്കെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക. ഇനി എന്താ? 5ാമത്തെ ചോദ്യമാണ്. തേങ്ങ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പി. വത്സലയുടെ മനോഹരമായ കഥയാണ് തേങ്ങ. ഇത് പട്ടണത്തിൽ വേലക്കാരിയായി എത്തുന്ന അക്കാമയുടെ കഥയാണ്. ദരിദ്രയായ അവൾ ഗ്രാമത്തിലെ കുടിലിൽ നിന്നാണ് വരുന്നത്. പ്രകൃതിയും അക്കാമയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ തേങ്ങകൾ മഴ നനഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. പ്രകൃതി സ്നേഹിയായ അക്കാമയുടെയും നഗരവാസിയായ സംഗീത ചേച്ചിയുടെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അക്കാമ തേങ്ങ പെറുക്കി സൂക്ഷിക്കുന്നതിനെ സംഗീത ചേച്ചി ഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ചത്. വളരെ സ്നേഹമുള്ള വീട്ടമ്മ അക്കാമയുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. അവൾ തേങ്ങ വാരിക്കൂട്ടിയത് കണ്ടപ്പോൾ അവർ അവളെ പുണരുന്നു. നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസവും ഇതിൽ കാണാം. അക്കാമയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ മകളെയും കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ വീട്ടമ്മയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ അവരെ പങ്കാളികളാക്കാതെ ആ വരുമാനം കൊണ്ട് മക്കളെ വളർത്തി. അതുകൊണ്ടാകാം അവർ കൃഷിപ്പണിയെ അവഗണിച്ചത്. വളരെ ഹൃദയസ്പർശിയായ സൂക്ഷ്മമായും അവതരിപ്പിച്ച തേങ്ങ അതീവ ഹൃദ്യമായ ഒരു കഥയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മക്കളുടെ ഉറക്കത്തിന് താരാട്ടുപാടാൻ പ്രകൃതി ആരെയെല്ലാമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഇവരുടെ താരാട്ടുപാട്ടുകൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? അപ്പം നമുക്ക് നോക്കാം. രാവിൻ്റെ പൂമരമായി തിളങ്ങി നിൽക്കുന്ന താരജാലങ്ങൾ പാടുന്നത് നിശബ്ദമായ താരാട്ടാണ്. വാദ്യമേളങ്ങൾ പോലെയാണ് കാറ്റിലുലയുന്ന മരച്ചില്ലകളുടെ താളം. ദലമർമരം എന്നിവയുടെ താരാട്ട്. ചാറ്റൽ മഴയുടെ ഇരമ്പമാകട്ടെ സംഗീത സാന്ദ്രമായ താരാട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതിൽ പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം കൂട്ടുകാർ എക്സാമിന് എഴുതാൻ. ഇപ്പോൾ ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയുടെ ആശയം തയ്യാറാക്കാൻ പറഞ്ഞാൽ ഇതൊരു 3-4 പ്രാവശ്യം വായിച്ച് നോക്കുക. അപ്പോൾ വായിച്ച് നോക്കിയാൽ കൂട്ടുകാരെ മനസ്സിൽ എന്ത് നിൽക്കും? കുറച്ച് പോയിൻറ്റ്സൊക്കെ നിൽക്കും. ആ പോയിൻറ്റ്സൊക്കെ കൂട്ടി ചേർത്തിട്ട് വേണം കൂട്ടുകാർ മലയാളം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.